കൊട്ടാരക്കര കുന്നിക്കോട് അടുക്കള വാതിൽ കുത്തി തുറന്ന് പണമടങ്ങിയ ബാഗ് കവർന്നു. നമ്മുടെ പ്രദേശത്ത് കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞ ദിവസം അവിടെ വീട് ബ്രേക്ക് ചെയ്തേക്കാണ്. ചെറിയൊരു മട്ടാസ് പോലുള്ള സാധനം ഉപയോഗിച്ചുകൊണ്ട് ഡോർ ബ്രേക്ക് കയറിയാണ്. അകത്തിരുന്ന ബാഗ് എടുത്ത് പുറത്ത് വന്നിട്ട് തുക കൊണ്ടുപോവുകയാണ്. അന്ന് ആൾ ഉണർന്നത് കൊണ്ട് മറ്റ് രീതിയിലുള്ള മോഷണ അത് ദൗർഭാഗ്യകരമായ സംഭവമാണ്. കാരണം ഇപ്പം രണ്ടാമത്തെ സംഭവമാണ്. ഒരു മാസം മുമ്പ് നെല്ലാണിക്കൽ ഭാഗം ഇതേപോലെ തന്നെ ഒരു ബ്രേക്ക് ചെയ്താണ് കുരുമുളക് ചാക്കിൽ സൂക്ഷിച്ചിരുന്ന കുരുമുളക് കൊണ്ടുപോയ അതേ രീതിയിലുള്ള സമാന സ്വഭാവമുള്ള ഒരു മോഷണ സംഭവമാണ് നടന്നേക്കുന്നത്. കുന്നിക്കോട് കാവൽപുര മദ്രസയ്ക്ക് സമീപം താജുദ്ദീന്റെ വീടായ തൗഫീഖ് മൻസിലിൽ പുലർച്ചെയോടെയാണ് സംഭവം. കുന്നിക്കോട് ജമാഅത്തിന്റെ വിവിധ ഇനത്തിലുള്ള പ്രതിമാസ പിരിവുകൾ നടത്തുന്ന താജുദ്ദീൻ കയ്യിൽ കരുതുന്ന ബാഗാണ് കവർന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് പിൻവാതിൽ കടന്നു കയറി വലിയൊരു മാരകമായിട്ടുള്ള മട്ടാസ് ഉപയോഗിച്ച് കതകിന്റെ പിൻവാതിൽ തുറന്ന് അകത്ത് കയറി ഈ കളക്ഷൻ ബാഗ് മാത്രം ഉദ്ദേശിച്ച് വന്ന കള്ളനാണ്. കാരണം കളക്ഷൻ ബാഗ് എടുക്കുകയും എന്നാൽ പരിസരത്ത് കിടന്ന് ഉറങ്ങിയ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ വീട്ടുകാരെ അറിയിക്കാതെ തന്നെ പുറത്തു പോയി കളക്ഷൻ ബാഗിൽ നിന്നും കളക്ഷൻ എടുത്തിട്ട് ബാഗ് തിരികെ ജനലിന്റെ വിടവിലൂടെ കുത്തിക്കയറ്റുന്ന സമയത്ത് വീട്ടുകാരുണരുകയും ഇങ്ങനെ ബാഗ് തിരികെ കയറ്റുന്നതായി കാണുകയും ബഹളം ഉണ്ടാക്കുകയും അപ്പോൾ ഞങ്ങളെല്ലാം ഉണർന്ന് ബഹളം വെക്കുകയും അയൽക്കാരെ എല്ലാം വിളിക്കുകയും പോലീസിനെ അറിയിക്കുകയും ചെയ്ത സമയത്തിനുള്ളിൽ മോഷ്ടാവ് രക്ഷപ്പെടുകയും ചെയ്യുക. താജുദ്ദീന്റെ ഭാര്യ വെള്ളം കുടിക്കാൻ എഴുന്നേറ്റപ്പോൾ കൊളുത്തുകൾ ഇടാതിരുന്ന ജനൽപ്പാളി മെല്ലെ തുറന്ന് ഒരാൾ ബാഗ് വീടിനകത്തേക്ക് തിരികെ ഇടുന്നത് കണ്ടതോടെ ബഹളം വെച്ചു. അപ്പോഴാണ് അടുക്കള വാതിൽ തുറന്നു കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. മഴു സംഭവസ്ഥലത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. കഴിഞ്ഞ ദിവസം കൂടുതൽ പണം ലഭിച്ചെങ്കിലും അത് ബാങ്കിൽ നിക്ഷേപിച്ചിരുന്നു. വീടിനകത്ത് ഉറങ്ങിക്കിടന്ന 3 കുട്ടികളുടെ ദേഹത്ത് അത്യാവശ്യം ആഭരണങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ബാഗ് മാത്രമാണ് മോഷ്ടാവ് ലക്ഷ്യമിട്ടത്. വലിയ തുക ബാഗ് ഉണ്ടാകുമെന്ന് അറിയാവുന്ന വ്യക്തിയാണ് മോഷ്ടാവെന്ന് താജുദ്ദീൻ പറയുന്നു. കിണർ പണിക്കും മറ്റും ഉപയോഗിക്കുന്ന കട്ട, മഴു മുതലായ ഉപയോഗിച്ചാണ് വാതിൽ തുറന്നത്. അകത്ത് കയറി ഈ കളക്ഷൻ ബാഗ് മാത്രം ഉദ്ദേശിച്ച് വന്ന കള്ളനാണ്. കാരണം കളക്ഷൻ ബാഗ് എടുക്കുകയും എന്നാൽ പരിസരത്ത് കിടന്ന് ഉറങ്ങിയ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ വീട്ടുകാരെ അറിയിക്കാതെ തന്നെ പുറത്തു പോയി കളക്ഷൻ ബാഗിൽ നിന്നും കളക്ഷൻ എടുത്തിട്ട് ബാഗ് തിരികെ ജനലിന്റെ വിടവിലൂടെ കുത്തിക്കയറ്റുന്ന സമയത്ത് വീട്ടുകാരുണരുകയും ഒരാൾ ഇരുന്നിങ്ങനെ ബാഗ് തിരികെ കയറ്റുന്നതായി കാണുകയും ബഹളം ഉണ്ടാക്കുകയും അപ്പോൾ ഞങ്ങളെല്ലാം ഉണർന്ന് ബഹളം വെക്കുകയും അയൽക്കാരെ എല്ലാം വിളിക്കുകയും പോലീസിനെ അറിയിക്കുകയും ചെയ്ത സമയത്തിനുള്ളിൽ മോഷ്ടാവ് രക്ഷപ്പെടുകയും ചെയ്യുകയായിരുന്നു. മോഷ്ടാവ് കൊണ്ടുവന്ന മാരകായുധം ഉപേക്ഷിച്ചിട്ട് പോയി. അത് പോലീസിൽ കൊടുക്കുകയും ചെയ്തു. കുന്നിക്കോട് പോലീസ് വന്ന് ആ സമയത്തും രാത്രി സമയത്തും പിറ്റേ ദിവസവും എല്ലാം പോലീസ് അന്വേഷണത്തിന് വരികയും ചെയ്തു. പുലർച്ചെ തന്നെ കുന്നിക്കോട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. പ്രദേശത്തെ സുരക്ഷാ ക്യാമറകളും പോലീസ് പരിശോധിച്ചു വരികയാണ്. ന്യൂസ് ഡെസ്ക്, കൊല്ലം.